നോക്കൂ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള പിസ്സയാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതും നമുക്ക് ബാക്കി വന്ന ദോശമാവ് കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആരതീസ് കിച്ചൺ ആൻഡ് വൈബ്സ്. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസി ആയിട്ടുള്ള ഒരു പിസ്സയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഈ പിസ്സ ഉണ്ടാക്കുന്നതിന് വേണ്ടി അങ്ങനെ 2 ദിവസം ഒരു ദിവസം നമ്മൾ ദോശ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഒരു ദിവസം നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കി. ബാക്കി ഇത്രയും കുറച്ച് മാത്രമേ മാവ് ബാക്കിയുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് നമുക്കൊരു പിസ്സ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് ഞാനിവിടെ ഇത്ര മാവ് ദോശമാവ് ഇരിപ്പുണ്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ റവയാണ് നമ്മൾ ഉപ്പുവാനൊക്കെ എടുക്കുന്ന റവ 2 ടേബിൾ സ്പൂൺ ഉണ്ട്. അപ്പോൾ അതുപോലെ നമ്മുടെ ഗോതമ്പ് പൊടി 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം പേസ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂണോളം സോഡ പൗഡർ. അപ്പോൾ നമുക്കിതൊന്നൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. വെള്ളം വേണമെങ്കിൽ കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. കുറച്ച് വെള്ളം നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇതൊരു 4-5 പിസ്സ ബേസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് വെള്ളം ഞാൻ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനിയും പിന്നെ പിസ്സ ഉണ്ടാക്കണമെങ്കിൽ ദോശമാവ് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് നമ്മൾ മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് ഇത്. അപ്പോൾ ഈ കൺസിസ്റ്റൻസിയിൽ മതി. അപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് വെജിറ്റബിൾസൊക്കെ ഒന്ന് പെട്ടെന്നൊന്ന് കട്ട് ചെയ്തുകൊണ്ട് വരാം. ഓക്കെ, ഈ കൺസിസ്റ്റൻസി വെജിറ്റബിൾസ് ഒക്കെ ഇതാണ്. നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 2 ടൊമാറ്റോ ഉണ്ട്, പിന്നെ 2 മഷ്റൂം, പിന്നെ കുറച്ചൊരു പനീർ, പിന്നെ 2 ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ 2 ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ സ്വീറ്റ് കോൺ. ഇത്രയും വെജിറ്റബിൾസാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഇത്രയും വെജിറ്റബിൾസ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഇത്രയും യൂസ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരു ഫ്രൈ പാനിൽ തന്നെയാണ്, ഒരു പാനിൻ്റെ അകത്താണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം. ഇത് ഞാനിവിടെ ഒരു പാന് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഒലീവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഈ പാനിന് ചൂടായി വരണം. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തു. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ബാറ്റർ റെഡി. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോക്കും, അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കൊന്ന് ഇത് നമ്മുടെ പാന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഒഴിച്ച് കൊടുക്കാം അതിൻ്റെ അകത്തോട്ട്. ഞാനിതൊരു 4 പിസ്സ ഉണ്ടാക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വയ്ക്കും. അപ്പോൾ നമ്മുടെ ഇത് ബേസ് ഇത്രയും വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മുഴുവനും വേഗം നിൽക്കണ്ട. കുറച്ച് ഇതായപ്പോഴത്തേക്കും നമുക്ക് ഇനി ഇതിൻ്റെ അകത്തോട്ട് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഇനി നമുക്ക് പിസ്സ സീസണിങ് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മിക്സ്ഡ് ഹെർബ്സ്, പിന്നെ നമ്മുടെ കുറച്ചുള്ള ചീസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ടോപ്പിങ്സിൽ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നമുക്ക് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എത്രയാണെന്ന് വെച്ചാൽ അത്ര ആഡ് ചെയ്യാം. ക്യാപ്സിക്കം, ടൊമാറ്റോസ്, നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. കോൺ ഇട്ട് കൊടുക്കാം, സ്വീറ്റ് കോൺ. നിങ്ങൾക്ക് ഇടയിൽ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് അവൈലബിൾ ഉള്ള എന്ത് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ കുറച്ച് പനീർ, പിന്നെ കുറച്ച് ഒനിയൻ ഇട്ട് കൊടുക്കാം.
എല്ലാം കൂടെ കളർഫുള്ളായിരിക്കും. അപ്പോൾ ഇതങ്ങോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നേരത്തെ കുറച്ച് ക്യാപ്സിക്കം ഇട്ടു. ഇതിൻ്റെ പുറത്ത് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം വെജിറ്റബിൾസിന്. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഇട്ട് കൊടുക്കാം. ടോപ്പിൽ കുറച്ച് ചീസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് ഒരു 5 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ ഇതെല്ലാം ഒന്ന് കുറച്ചൊന്ന് സ്റ്റീമായി വരണം. ഒന്ന് വരട്ടെ. അപ്പോൾ ഇതിവിടെ കറക്റ്റ് 5 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടിപൊളിയായിട്ടുള്ള പിസ്സ ഇവിടെ റെഡിയാണ്. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഞാൻ മേലെ ടോപ്പിങ്സിൽ ശകലം മഷ്റൂം ഇട്ടിട്ടുണ്ടായിരുന്നേ, അപ്പോൾ അത് കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് മുറിച്ചുകൊണ്ട് വരാം. അപ്പോൾ എല്ലാവരും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു ഇത് പിസ്സ ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കണം കേട്ടോ. വെജിറ്റബിൾസ് എല്ലാം നിങ്ങളുടെ വീട്ടിൽ എന്തെല്ലാം വെജിറ്റബിൾസ് ഉണ്ടോ അത് മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാകുന്നതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ഇതിപ്പോൾ പിസ്സ. നമ്മൾ മറ്റേ ബേസ് ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല അടിപൊളിയായിട്ടുള്ള പിസ്സ നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാ ഞാൻ പിസ്സ കട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കാണിക്കാം. നല്ല സൂപ്പർ പിസ്സ. ഇതിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ പിസ്സ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള പിസ്സ, ഈസി ആയിട്ടുള്ള പിസ്സ. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.